തിന്റെ മുൻപ് സോഷ്യൽ മീഡിയ നമ്മളുടെ ഷോ കാണിക്കാനും വേണ്ടിയാവരുത്. ചിലർക്ക് അതിനാ സോഷ്യൽ മീഡിയ. ചില ഭാര്യമാരൊപ്പരുള്ള ഫോട്ടോ അല്ലേ? ചില ആൾക്കാർക്ക് ഇപ്പോഴും ബർത്ത്ഡേ ആഘോഷമുണ്ട്. ബർത്ത്ഡേ ആഘോഷം വ്യാപിച്ചുകൊണ്ടിരിക്കുക. പല കുടുംബത്തിലും കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വിവാഹ വാർഷികം, കേക്ക് മുറിക്കല്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കല്, അന്ന് അവർക്ക് സ്കൂളിലേക്ക് ഭക്ഷണം കൊടുക്കല്. ഇത് ഈ സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോ പലരും അത് ചെയ്യുന്നത് കണ്ടപ്പോ നമ്മുടെ കുടുംബത്തിലും മുസ്ലിമായ കുടുംബത്തിലും ആ ഇടപാട് നടത്തുന്നവരുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചു. എല്ലാവരും പറഞ്ഞു, നബിയെ, മകൻ മരിച്ചത് കൊണ്ടായിരിക്കാം സൂര്യന് ഗ്രഹണം ബാധിച്ചത്. നാട്ടുകാരങ്ങനെ പറയുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മദീനത്തെ പള്ളിയിൽ വന്ന് സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ആരുടെ ജനനം കൊണ്ടും മരണം കൊണ്ടും ദിവസത്തിനൊരു പ്രത്യേകതയില്ല, ആ പ്രത്യേകതകൾ കാണുകയും ചെയ്യേണ്ട എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബീന്റെ അനുയായികളായ നമ്മള് മകന്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നസാറ വിശ്വാസിയ, ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. ഇതേപോലെ ചില ആണുങ്ങളുണ്ട്, ഭാര്യന്റെ കൂടെ 9 കൊല്ലത്തെ ദാമ്പത്യം, സുഖവും രസവും സന്തോഷത്തിന്റെ 9 വർഷങ്ങൾ എന്നും പറഞ്ഞ് ഓനോന്റെ ഓളപ്പരുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ഈ സന്തോഷത്തിലാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട, എന്റെ ഓളെ ബോധ്യപ്പെടുത്തിയാ മതി. ഒരു ദിവസം പോലും ഭാര്യന്റെ കൂടെ നല്ലോണം നിന്ന് ഓക്കൊരു സമാധാനം കൊടുക്കാത്തവരും വിവാഹ വാർഷികത്തിന്റെ അന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുന്ന പ്രവണത ഉണ്ടല്ലോ, അതൊരു മുസ്ലിമിന് പാടില്ലാത്തതാ, ഇല്ലാത്തതാ. നീ നല്ലോനാണ്, എന്റെ പെരുമാറ്റം കൊണ്ട് എന്റെ പെണ്ണിനെ ബോധ്യപ്പെടുത്തിയാ മതി. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെയും ഈ ബോധ്യപ്പെടുത്തണ്ട, എല്ലാ ആണുങ്ങളെയും ഈ ഭയങ്കരാന്ന് കാണിക്കുകയും വേണ്ട. ഞാൻ നല്ലോനാണ്, എന്റെ പെണ്ണ് ചിന്തിച്ചാ മതി. ഞാൻ മരിച്ചു കിടക്കുമ്പോ മനസ്സ് നൊന്ത് എന്റെ സ്വഭാവം കൊണ്ടിട്ടാണ് എന്റെ പെണ്ണ് കരഞ്ഞതെങ്കിൽ അത് മതി അള്ളാന്റെ അടുത്ത് ഞാനൊരു നല്ല ആണാവാൻ. എന്റെ പെണ്ണ് മരിച്ചു കിടക്കുമ്പോ ഹൃദയം നൊന്ത് ഞാൻ അവളെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മതി ആ പെണ്ണിന് സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും അള്ളാന്റെ സ്വർഗത്ത് കയറാൻ. അത് നാട്ടുകാരറിയിക്കണ്ട. നിങ്ങളെ വിവാഹ വാർഷികം പറഞ്ഞ് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും വേണ്ട. സ്വയം കുറെ സെൽഫികൾ ഇടാൻ വേണ്ടിയിട്ട ചിലർക്ക് സോഷ്യൽ മീഡിയ വല്ലാത്തൊരു ജീർണതയാ. കോലം കെട്ടിയിട്ട്, കോലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ സ്വയം പുകഴ്ത്തി, സ്വയം നന്നായി, അല്ലെങ്കിൽ സ്വയം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ ആ രംഗത്തും നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഷോ ആളുകളെ കാണിച്ച് തൃപ്തിപ്പെടുത്തേണ്ടതില്ല. നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ മാത്ര. അത് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ കണ്ണിൽ നല്ലവരാണെങ്കിൽ തീർച്ചയായും ജീവിക്കാൻ കിട്ടിയത് ഒരു രാത്രിയാണെങ്കിലും അത് അള്ളാന്റെ അടുത്ത് നമുക്ക് കൂലിയായി കാണാൻ പറ്റും. അത്ര ആഗ്രഹിക്കാവൂ. പലതരം ജീർണതകളുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ഒളിയ അജണ്ടകളുമായി ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചിരുന്ന കൊലപാതകങ്ങൾ ഷെയർ ചെയ്ത് അവസാനം നമ്മളുടെ അടിവേരറുക്കാൻ തന്നെ തുടങ്ങി. ഏതൊക്കെയോ RSS വിശ്വാസങ്ങളും ഫാസിസ്റ്റ് ചിന്താഗതിക്കാരും മുസ്ലിം നാശത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട വീഡിയോകൾ തൊടാതെ അയച്ചപ്പോ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പലതും കള്ളത്തരങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ ആരോപണത്തിന്റെയും ഭീകരതയുടെയും മുൾവരയിൽ നിർത്തി ഇന്ന് ഈ രാജ്യത്ത് നിന്ന്, ജീവിതത്തിൽ നിന്ന് തന്നെ ജീവിതത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഒഴിവാക്കാൻ ചിലര് തന്ത്രപൂർവം ശ്രമിക്കുമ്പോ അവകാശത്തിന് വേണ്ടി പോലും ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഓരോ വക്ത് നിസ്കാരത്തിലും ഹൃദയം തൊട്ട് റബ്ബിനോട് പറയണം, നാഥാ, നിന്റെ ജീവിതം അഥവാ നീ നൽകുന്ന ജീവിതം നിന്റെ തൃപ്തിയോടെ ദീനനുസരിച്ച് ജീവിച്ചു മരിക്കാൻ അള്ളാഹുവാണ് തന്ത്രശാലി. അള്ളാഹുവിനേക്കാളും വലിയ തന്ത്രശാലി ഈ ലോകത്തൊരു ഭരണാധികാരികളുമില്ല. ഏത് ഭരണാധികാരി ഏതൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഏതൊക്കെ തീവ്രവാദത്തിന്റെ മൂടുപടങ്ങളിട്ട് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹുവാണ് തന്ത്രശാലി. ആ തന്ത്രശാലിയായ റബ്ബ് നമ്മളെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാകണം. ബദറിലും ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും സഹാബത്തിനെ അള്ളാഹ് സ്നേഹിച്ചത്, സംരക്ഷിച്ചത് അവരെ വിശ്വാസം കൊണ്ടാ, അവരെ ജീവിതം കൊണ്ടാ. ഖന്തക്കിന്റെ യുദ്ധവേളയിൽ പോലും ഒട്ടിയ വയറുമായി പാറക്കല്ലുകൾ വയറ്റത്ത് കെട്ടിവെച്ച് കിടന്നുപയോഗിക്കുന്ന ആ ഒരു മനുഷ്യത്വമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, സൗഹാർദ്ദമുണ്ടല്ലോ. ബദറിന്റെ രണാങ്കണത്തിൽ തിന്നാൻ കിട്ടിയ കാരക്ക അരികിലുള്ളവന്റെ കയ്യിൽ കൊടുത്ത് നീ തിന്നോ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മാതൃക അത് നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിൽ ദൈവം ഉണ്ടാകും കൂടെ, അള്ളാഹ് ഉണ്ടാകും കൂടെ.
അല്ലാതെ എല്ലാ ഇബാദത്തുകൾ ചെയ്തിട്ടും ഒരുപാട് വൃത്തികേടുകളും ജീർണതകളും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒഴിവാക്കാതെ കേവലം യാന്ത്രികമായ ഒരു നിസ്കാര നോമ്പ്, ഒരു ആചാര അനുഷ്ഠാനം എന്ന നിലക്കാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹ്ക്കറിയാം നമ്മളെ മനസ്സ് നന്നായിട്ടില്ല, നമ്മൾ ഇപ്പോഴും എത്രയോ ചളിക്കുണ്ടിലാണെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിനറിയണം മാറ്റമുണ്ട് നാഥ, ഞങ്ങൾക്ക് മനുഷ്യത്വത്തിന്റെ ജീവിത രീതി ഞങ്ങൾ കാണിക്കും റബ്ബേ. ജീർണതക്കെതിരെ ഞങ്ങൾ ഒരുമിച്ച് രംഗത്തുണ്ട്. ലോകത്തിന്റെ റബ്ബിന്റെ അനുഗ്രഹപ്രകാരം ഒരുമിച്ച് കൂടിയ ഈ മഹാസംഗമത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്താൻ പറ്റണം. ചെറുപ്പക്കാരാ, നിനക്ക് ഒഴിവ് കിട്ടും. ഒഴിവിന്റെ മുഴുവൻ സമയവും നീ ദീനിനു വേണ്ടി കൊടുക്കണമെന്നല്ല, നിന്റെ ഒഴിവ് വേളകളിൽ 1-2 മണിക്കൂർ അള്ളാഹ്ക്ക് വേണ്ടി, ജീർണതയ്ക്ക് വേണ്ടി നീ കൊടുക്കാൻ തയ്യാറാവണം. മഹാനായ ബിലാലിനെ പോലെ, അമ്മാർ ഇബ്നു യാസിറിനെ പോലെ, ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ കയ്യും നെയ്യുമായി ബദറിലും ഖന്തക്കിലും നിന്ന സഹാബത്തിനെ പോലെ നിന്നെ കൊണ്ട് സാധിക്കുന്നത് ഒരു ലഘുലേഖ കൊടുക്കാനാണെങ്കിൽ നീ വരണം സഹോദര. നിന്റെ മണിക്കൂറുകൾ മാറ്റിവെച്ച്, നിന്റെ മൊബൈൽ നീക്കിവെച്ച്, നിന്റെ സകലവിധ ദുനിയാവിലെ ആഡംബര സന്തോഷങ്ങളും നീക്കിവെച്ച് നീ ഒരുങ്ങണം അള്ളാഹിനു വേണ്ടി, അള്ളാഹുവിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി, നമ്മളുടെ കബറുകൾ വിശാലമാവാൻ വേണ്ടി. ആ രംഗത്ത് ഓരോ മിനിറ്റും പ്രവർത്തിക്കുമ്പോ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാകും. അള്ളാഹ് നമ്മളോട് ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ അള്ളാഹുവിന്റെ കക്ഷികളായാൽ പിന്നെ ആരെയാ മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ടത്? ഏത് അവകാശ ലംഘനമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ആർക്കാ പിന്നെ നമ്മളെ തകർക്കാൻ സാധിക്കുക? അതിന് ഒരു നിമിഷം കൊണ്ടാണ് സാധിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് വരണം. കാരണം ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു നബി വരാനില്ല. ആ നബിയുടെ ഉത്തരവാദിത്തമാ നമ്മൾ ഏറ്റെടുത്തത്.